സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ടുഗദറിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് ഡേ 8 ആണ് കറന്റ്ലി. എത്ര ദിവസങ്ങളായിട്ടുണ്ട് എടുത്തിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലോണൊക്കെ എടുക്കേണ്ടി വന്നു നമുക്ക് ചെറുതായിട്ട്. നമ്മുടെ ഈ കടയിലേക്ക് ഫ്രിഡ്ജൊക്കെ വെക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മളെ ഫ്രിഡ്ജിന് കംപ്ലീറ്റ് ആണ് ഫില്ല് വെച്ചിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ കട തുറക്കാം. നമുക്ക് ഇന്ന് നമുക്ക് ചിലപ്പോൾ ഒരു റോബറിക്ക് ചാൻസ് എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ നമ്മൾ സെൽഫ് ചെക്കൗട്ടിങ് മെഷീനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതെനിക്കൊന്ന് ഇവിടെ അല്ല വെക്കേണ്ടതെന്ന് തോന്നുന്നല്ലേ? ഇവിടെ തന്നെ ആണോ വെക്കണ്ടേ? ഇതെങ്ങനെയായിരുന്നു? ബേസ്മെന്റ് ഇങ്ങനെ ആണെന്നാണ് വിശ്വാസം. ഇത് ഇങ്ങനെ വെക്കണോ? അല്ല, ആക്ച്വലി ഇത് ഇവിടെ വെക്കാം. വേണ്ട, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് കട ഇങ്ങോട്ട് തുറക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിവിടെ ഒരു ഇവിടെ ഇതിനകത്ത് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാലിയായിട്ട് കിടപ്പുണ്ട്. അതൊന്ന് ഫില്ലപ്പ് ചെയ്യണം. ഇവിടെയൊക്കെ നമ്മൾ ഫ്രൂട്ട് യോഗട്ടാണ് നമ്മൾ വെച്ചത്. അപ്പൊ നമുക്ക് അതിന് പകരം നമുക്ക് ഇതൊക്കെ തന്നെ ഒന്ന് റിപ്പീറ്റ് വെക്കണം. നമ്മുടെ കുറച്ച് സാധനമാണോ കോമറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കോമറ്റ എന്നല്ലേ ഇവര്? ഓക്കെ, കോമറ്റൊക്കെ ഉണ്ടാണ്ടാണ്. ഓക്കെ, എല്ലാ സ്കിംഡ് ആദ്യമുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ടുവന്നൊന്ന് വെച്ചേക്കാം. 2.37 ആയിരുന്നു വില. ഞാൻ വില ഒന്നും ഇപ്പൊ തൽക്കാലത്തിൽ അന്ന് കൂട്ടിയാണ്. പിന്നെ ഞാൻ കുറെ കാലത്തിന് ശേഷമായിട്ട് ഇത് കളിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഇതിനകത്ത് വല്ല വ്യത്യാസമൊന്നും കാണത്തില്ല. നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തൊക്കെ കുറെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതല്ല, ഇതൊക്കെ പുതിയ ഒന്നാണോ? മൂൺ ടോക്കൺസ് വേണം. ഇതെനിക്ക് മനസ്സിലാവും. ഓൺലി കൂൾ പീപ്പിൾ അല്ലേ ഓടുന്ന പറഞ്ഞ സാധനം എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കട എങ്ങോട്ട് തുറന്നേക്കാം. ലെറ്റ്സ് ഓപ്പൺ. സോ ബേസിക്കലി ഇന്ന് നമ്മുടെ ഷോപ്പില് റോബറിക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ചൂലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ചൂല് വെച്ച് നമ്മൾ ഓടിക്കാൻ. സോ അതുപോലെ നമ്മളൊന്നും ലെവലപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ കറന്റ് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. എന്നാലും നമ്മുടെ കയ്യിലൊരു ലോണും ഉണ്ട്. ആ ലോണും കൂടെ തീർത്തിട്ട് വേണം. അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കയ്യിലൊരു ലോൺ ഉണ്ട്. 11,990 അടയ്ക്കാനുള്ളത്. ഓക്കെ, ഡ്യൂ ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴേ. ഇതെങ്ങനെയാ പേ ദിസ് ഇൻവോയ്സ്? ഓക്കെ, ഇതങ്ങോട്ടേക്ക് അടച്ചേക്കാം. ഇതിന് സൂപ്പർ മാർക്കറ്റിന് റെന്റും ഉണ്ടോ ഇപ്പം? ആള് വന്നു തുടങ്ങിയിട്ടാ. ഇപ്പൊ നമ്മൾ സെൽഫ് ചെക്കൗട്ടിങ് മെഷീനും കൂടെ വെച്ച കാരണം കുറച്ചും കൂടെ എളുപ്പമാവേണ്ടതാണ്. ഞാൻ തൽക്കാലം ഇതങ്ങോട്ട് ക്ലോസ് ചെയ്തിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസമായിട്ടാണ് മനസ്സിലായത് ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന്. ഞാൻ അവിടെ സെൽഫ് ചെക്കൗട്ട് ആയിക്കോളും. അവിടെ അങ്ങ് പൈസയും കയറിക്കോളും. അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കാം. അല്ല, ഓഫ് ചെയ്തിരിക്കാം. പൈസ സാധനം അടിച്ചോണ്ട് പോകുന്നതാ. അയ്യോ, നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, ഇനി നടക്കപ്പോറത് യുദ്ധം. കട അടിച്ചോണ്ട് പോകണോ നീയൊക്കെ? പോടാ. ശേ, നമ്മുടെ കയ്യിൽ നിന്ന് കുറെ പേര് അടിച്ചു മാറ്റി. എന്തൊരിതാടി? നിങ്ങൾക്ക് എന്ത് മനുഷ്യനാടി? ഇത്രയും കാട നമ്മൾ കൊണ്ടുപോകുമ്പം അതിനകത്ത് നിന്ന് അടിച്ചു വരാൻ വരുന്നത് എനിക്കറിയാം. അത് കാരണമാണ് കളയും തുറന്നു വെച്ചത്. ഇന്ന് അടി പാള. എന്താണ് കൊണക്കല്ലേ സ്കൂളിൽ അടിക്കല്ലേ എന്താട്ടാ? നമ്മളോടെ അടിച്ചു മാറ്റി നമ്മൾ അവന്റെ തലമണ്ട അവൻ എന്തോരം സാധനമാണ് നീ കടിച്ചോണ്ട് യോഗട്ട്. അവന്റെ നിന്റെ കഴിഞ്ഞില്ലേ? ആരും ഇനി ഇവിടുന്ന് അടിച്ചു പറയാൻ ആരും സമ്മതിക്കില്ലേ? എന്റെ കയ്യിൽ നിന്നൊരു സാധനം അടിച്ചു മാറ്റാൻ സമ്മതിക്കൂല. അവിടെ കിടക്കും. ഒരു മിനിറ്റ്. നീ അവിടെ കിടക്കും. നീ അവിടെ പോണ? നീ അവിടെ പോണ? അബ്യൂസാ. അവിടെ കിടക്കും. നീ കഴിഞ്ഞില്ലേ? ഓക്കെ, എങ്ങോട്ട് ഓടും നീ? എങ്ങോട്ട് ഓടുന്നു? എനിക്ക് കള്ളന്മാരാ ചേട്ടാ. സുഖല്ലേ? സാധനം സെറ്റല്ലേ? ഓ, രണ്ടുപേരും മുന്നിൽ ഒരുമിച്ച് അടിക്കും. എവിടെ പറഞ്ഞിട്ടാണോ? എവിടെയൊക്കെ ഓടുന്നു? ഇന്ന് ഒരേ വീട്ടിലാണ്. ഒരു പേരിലാണല്ലേ?
ഒരു വീട്ടിലാണ് നീയൊക്കെ പോണം എവിടെ പോണ അവിടെ നിക്ക് അടുത്ത നിന്നെ അളച്ചിടുമ്പോ In the house of my wife and daughter, you will not see any minute of that today. Get out, out! അഹങ്കാരല്ലേ അഹങ്കാരല്ലേ ചേച്ചിയൊക്കെ ഇവിടെ ഭാഗ്യം ചേച്ചി മാത്രം മര്യാദയ്ക്ക് നീന്നുണ്ട് ചേച്ചി ഒരുമാതിരി മറ്റേ കോപ്പറേഷൻ ഫീസ് എടുത്തില്ലേ അതുപോലെയാണ് എന്റെ കടലിലെ സാധനങ്ങൾ നടക്കുന്നത് ഇവിടെ നിന്നെങ്ങാനും തന്നോണ്ടല്ലോ അടിച്ച് ചുറ്റിയാ ചെടിക്കാൻ പറ്റുമോ 10:30 ആയിട്ടുണ്ട് എന്നാലും ജസ്റ്റ് നോക്കി വെക്കാം അടിക്കാൻ പറ്റുമോ ഇല്ല ഓക്കെ ഇതൊക്കെ പിടിച്ചോളാം എല്ലാം ഞാൻ പിടിച്ചോളി അനങ്ങാമല്ല പൈസ കണ്ടോ അയ്യോ പൈസ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് സൂപ്പർ ഒരാവശ്യമില്ലായിരുന്നു എനിക്ക് എന്തൊക്കെ ഇതൊക്കെ എങ്ങനെ വിളിഞ്ഞത് അതെ ഇതൊക്കെ കൊള്ളാം കേട്ടാ ഇതെനിക്ക് അറിയത്തില്ല സത്യം ഞാൻ ഇത് ഇങ്ങനെയൊക്കെ പൊളിഞ്ഞു ഞാൻ അറിഞ്ഞു എടാ എന്റെ കട പൊളിഞ്ഞു പോടാ കള്ളന്മാര് വന്ന് അടിച്ചു മാറ്റുന്നതിന്റെ ഇടയ്ക്ക് കൂടെ അടിച്ചു മാറ്റുന്ന ഇടയ്ക്കാണ് എനിക്കത് എന്റെ കട ഞാൻ പൊളിച്ചറിഞ്ഞത് മര്യാദക്ക് കസ്റ്റമേഴ്സിനെ നോക്കി അവരൊക്കെ സാറ്റിസ്ഫൈ ആയിട്ട് കടയാണല്ലോ വേമേ ഇനിയിപ്പോ അതൊന്ന് പെറുക്കി വെക്കട്ടെ എന്തായാലും അതൊന്നും ഞാനിപ്പോ വീഡിയോ കാണിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്റെ അക്കൗണ്ടിലെ ബാലൻസ് ഉണ്ടോ നിങ്ങള് 314 രൂപ ഇനിയിപ്പം ഇതെല്ലാം പെറുക്കിയെടുക്കുമ്പോ 2500 സാധനം ഉണ്ടാവും അതിന്റെ എന്തായാലും തൽക്കാലത്തേക്ക് ഇത്ര മതി ഞാൻ എന്തായാലും ഉടനെ തന്നെ ഒരു ഒരാളെ ഞാൻ വയ്ക്കുന്നതായിരിക്കും കടയിലെ ഇതൊക്കെ നോക്കാൻ വേണ്ടി മോട്ടിക്കാൻ വരുന്നവന് ഒക്കെ ഞാൻ എടുത്ത് കളയും ഇനി തൊട്ട് ഇത് ഉണ്ടാകും കേസ് അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് കട ഒന്ന് അടച്ചിടേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഒരാളെയും തപ്പട്ടെ ഏതെങ്കിലും ബംഗാളിനെയാ മലയാളിനെയാ ആരെല്ലാം കിട്ടും നോക്കട്ടെ എന്നിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് കളക്ട് വെക്കട്ടെ സോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് റോബറി വരുമെന്ന് എനിക്കറിയായിരുന്നു കാരണം ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞത് 8ാം ദിവസം റോബറിക്ക് ചാൻസ് ഉണ്ടെന്ന് അപ്പം റോബറി വരുമെന്ന് എനിക്കറിയുന്നത് പക്ഷെ ഇങ്ങനത്തെ റോബറി ഞാൻ വിചാരിച്ച് കൂട്ടമായിട്ട് ആൾക്കാർ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അത് കൂട്ടമായിട്ട് ആൾക്കാർ വന്നു നമ്മുടെ കടയിൽ സാധനം അടിച്ച് മാറ്റി പക്ഷെ ഞാൻ വിചാരിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് റോബേഴ്സ് ആയിരിക്കും വരുന്നതെന്നാണ് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു പക്ഷെ കൊള്ളാം കൊള്ളാം എന്തായാലും നല്ല രസമായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി കൊള്ളാം ഇന്നൊരു ഗംഭീര ദിവസമായിരുന്നു അപ്പൊ അത്രയുള്ള എന്ത് വീഡിയോ ഇഷ്ടപ്പെടും തോന്നുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഇത് മാത്രം കളിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് നമ്മൾ കളിക്കുന്ന ഗെയിംസ് എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് കളിക്കാറുണ്ട് നമ്മളൊരു ട്രെയിൻ സിമ്മിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ട്രെയിൻ സിമ്മിന്റെ അതായത് ഞാൻ വിചാരിക്കാൻ പെർ മന്ത് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പുതിയ ഗെയിം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് കളിക്കുന്നത് അപ്പം അത്ര വീഡിയോ വിതൗട്ട് ബീങ് സെഡ് ഇപ്പൊ ഗെയിമേഴ്സ് ആൻഡ് പീസ് നെക്സ്റ്റ് വീഡിയോ ബൈ